നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് രംഗത്തിറങ്ങി കളി തുടങ്ങിയ VD സതീശന് തിരിച്ചടിയാവുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലെ മോശം ട്രാക്ക് റെക്കോർഡാണ്. കേരളം കണ്ട ഏറ്റവും ദുർബലനും സ്വാർത്ഥനുമായ പ്രതിപക്ഷ നേതാവാണ് സതീശനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ മുൻപേ ചൂണ്ടിക്കാട്ടിയിരുന്നു. പിണറായി സർക്കാരിന്റെ അഴിമതികൾക്കും അക്രമ രാഷ്ട്രീയത്തിനും കുടപിടിക്കുന്ന അന്തർധാര രാഷ്ട്രീയമാണ് സതീശന്റേതെന്ന BJP നിലപാട് ശരിവെക്കുന്നതാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ പൊട്ടിത്തെറികൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത് കോൺഗ്രസിനും UDFനും പുതിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും തുടർന്നങ്ങോട്ട് സതീശന്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെയും മുന്നണിയുടെയും ജനപിന്തുണയെയും സ്വകാര്യതയെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. കൂട്ടായ്മയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളാതെ വ്യക്തി കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളും പ്രസ്താവനകളുമായി മുന്നോട്ടു പോകുന്ന VD സതീശനെ പോലൊരു നേതാവിന് കേരളം പോലെ മുന്നണി രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പാർട്ടിയെയോ സർക്കാരിനെയോ നയിക്കാൻ കഴിയില്ലെന്ന വികാരം നേതൃസ്ഥാനത്ത് നിന്നുള്ള പല മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും ദുർബലനും പരാജിതനുമായ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്ന് വിശ്വസിക്കുന്ന നേതാക്കളും പ്രവർത്തകരും ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. തന്റെ രാഷ്ട്രീയ ഗുരുവായ രമേശ് ചെന്നിത്തലയെ പിന്നിൽ നിന്ന് കുത്തിയാണ് സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം പിടിച്ചെടുത്തത്. എന്നാൽ ആ സ്ഥാനത്തിരുന്ന് സർക്കാരിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. നിയമസഭയിൽ വെറും പ്രസംഗ തൊഴിലാളിയായി ഒതുങ്ങിയ സതീശൻ ജനകീയ സമരങ്ങളിൽ നിന്ന് എപ്പോഴും ഒളിച്ചോടുകയാണ് ഉണ്ടായത്. പിണറായി വിജയന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനം തെരുവിലിറങ്ങിയപ്പോൾ AC മുറിയിൽ മാധ്യമങ്ങളെ കാണാൻ മാത്രമാണ് സതീശന് നേരമുണ്ടായിരുന്നത്. K സുധാകരനെ പോലൊരു നേതാവിനെ പരസ്യമായി അപമാനിക്കാനും അദ്ദേഹത്തെ ഒതുക്കാനും കാണിച്ച ആവേശം പിണറായിക്കെതിരെ കാണിക്കാൻ സതീശൻ ഭയപ്പെട്ടു എന്നത് ഇവിടുത്തെ അന്തർധാരയുടെ തെളിവാണ്. ഉമ്മൻചാണ്ടിയുടെയും PT തോമസിന്റെയും വിടവാങ്ങൽ സൃഷ്ടിച്ച സഹതാപ തരംഗത്തിൽ UDF ജയിച്ച മണ്ഡലങ്ങളിൽ ചെന്ന് ആ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ തന്റെ പോക്കറ്റിലാക്കാൻ സതീശൻ നടത്തിയ പ്രഹസനങ്ങൾ ചിരിക്കാൻ വക നൽകുന്നതാണ്. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും സതീശൻ ഇല്ലെങ്കിലും UDF ജയിക്കുമായിരുന്നു. എന്നാൽ ശരിക്കുള്ള പോരാട്ടം നടന്ന ചേലക്കരയിൽ സതീശന്റെ മാന്ത്രിക വടി ഒടിഞ്ഞു വീഴുന്നതാണ് കേരളം കണ്ടത്. തോൽക്കുമ്പോൾ പഴി പ്രവർത്തകർക്കും ജയിക്കുമ്പോൾ ക്രെഡിറ്റ് സതീശനും എന്ന ഈ രീതി കോൺഗ്രസിനെ നാശത്തിലേക്ക് നയിച്ചു. ഭൂരിപക്ഷ സമുദായ സംഘടനകളെ ഒന്നടങ്കം ശത്രുപക്ഷത്ത് നിർത്തിയ സതീശൻ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ പോലും അധിക്ഷേപിക്കാൻ മടി കാണിച്ചില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തള്ളിപ്പറയുന്ന സതീശന്റെ നിലപാടുകൾ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. K കരുണാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോയപ്പോൾ സതീശൻ എല്ലാവരെയും തള്ളിപ്പറഞ്ഞ് സ്വയം വിനാശത്തിന്റെ വഴിയിലേക്ക് പോയി. കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത മൂർച്ഛിക്കുകയും മുന്നണി ബന്ധങ്ങൾ തകർക്കുകയും ചെയ്ത VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ സ്വപ്നം കാണുന്നത് കേരളത്തോടുള്ള പരിഹാസമാണ്. സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതികരിക്കാൻ ഭയക്കുന്ന സതീശൻ മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ എതിർക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പിണറായി വിജയന്റെ തണലിൽ രാഷ്ട്രീയം കളിക്കുന്ന ഈ ഷോമാൻ BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തിന് മുന്നിൽ ഇത്തവണ മുട്ടുകുത്തും. സ്വന്തം പാർട്ടിക്കാരെയും സമുദായങ്ങളെയും ചതിച്ച സതീശന്റെ മുഖ്യമന്ത്രി മോഹത്തിന് കേരളത്തിലെ വോട്ടർമാർ ബാലറ്റിലൂടെ അന്ത്യം കുറിച്ചു കഴിഞ്ഞു. വിധി എന്തെന്നറിയാൻ മാത്രം കുറച്ചു ദിവസം കാത്തിരിക്കാം.